നാസികയിലെ ഗോപികോമാരെല്ലാം ഓടി വായോ. നമ്മുടെ മലപ്പുറത്ത്, നമ്മുടെ സ്വന്തം മലപ്പുറത്ത്, നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത്, നീളാ നദിയുടെ തീരത്ത് മാഘമഹോത്സവം കുംഭമേള അരങ്ങേറാണല്ലോ. അപ്പോൾ ഇന്ന് ആണ് സ്റ്റാർട്ടിങ്. മൗനി അമാവാസി ഇന്ന് സ്റ്റാർട്ടിങ് ആണ്. ഞാൻ ഇന്ന് വന്നതാണ് കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴാണ് വന്നത്. പാലമൊക്കെ കെട്ടിയിരിക്കുന്നതുണ്ടോ, ഒരുപാട് സന്തോഷമായി. ഇന്ന് അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു. തിരുനാവായ നവമുകുന്ദൻ്റെ അടുത്ത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. നവമുകുന്ദൻ്റെ അടുത്ത് ഒരുപാട് ഗുരുവായൂരമ്പലം പോലെ ഒരുപാട് ആളുകൾ ഇവിടെ നവമുകുന്ദനെ കാണാൻ വരണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ തിരുനാവായ എന്ന് പറയുന്നത് ത്രിമൂർത്തി സംഗമ സ്ഥാനമാണ്. അവിടെ ബ്രഹ്മക്ഷേത്രമുണ്ട്, അപ്പുറത്ത് ശിവക്ഷേത്രമുണ്ട്. പിന്നെ ഈ ഭാരതപ്പുഴ എന്ന് പറയുന്നത് തന്നെ സപ്തസിന്ധുക്കളുടെ സാന്നിധ്യം ഉണ്ട്. ഗംഗ, യമുന, സരസ്വതി എല്ലാ നദികളുടെയും സാന്നിധ്യം ഉള്ളതാണ്. കണ്ടോ, ആളുകൾ സ്നാനം ചെയ്യുന്നുണ്ടോ ഭാരതപ്പുഴയിൽ. നല്ല ക്ലീൻ വാട്ടർ ആക്കിയിട്ടുണ്ട്. നല്ല എന്താ പറയാ, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇന്ന് തന്നെ ഒത്തിരി ആളുകൾ വന്നു. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മലപ്പുറം തിരുനാവായിലേക്ക് ഒഴുകി എത്തുന്നുണ്ട്. എല്ലാവരും വരണം, ഒരു പ്രാവശ്യമെങ്കിലും. കേരളത്തിലെ എല്ലാ ആളുകളും വരണം. ഇവിടെ നവമുകുന്ദനെയും തൊഴണം. നമ്മുടെ ഈ ഭാരതപ്പുഴയിൽ അരങ്ങേറുന്ന ഈ മഹത്തായ സംഭവം നോക്കൂ. ഭഗവാൻ ധർമ്മം എപ്പോഴും പുനഃസ്ഥാപിക്കുന്നു പറയണ എത്ര ശരിയാണ്. എല്ലാത്തിനും സാക്ഷിയായി നമ്മുടെ തിരുനാവായ നവമുകുന്ദന്റെ മുറ്റത്ത് നിൽക്കുന്ന ആ ഒരു അപ്പൂപ്പൻ ആൽമരം ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. വർഷങ്ങൾക്ക് മുന്നേ, ഏതോ അങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ, 10-15 നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉണ്ടായിരുന്ന മാഘമഹോത്സവം, മാമാങ്കം എന്ന പേരിൽ വളരെ പ്രസിദ്ധമായിരുന്നു. പിന്നെ അത് കാലാന്തരത്തിലെ കാലങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ പ്രൗഢിയെല്ലാം പോയി. ഇതാ ഇപ്പോൾ ധർമ്മത്തിൻ്റെ പുതിയൊരു യുഗം. എന്താ പറയുക, ഭഗവാന്റെ ഭജനകള്, ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങള്, ഭഗവാനെ കുറിച്ച് കേരളത്തിൽ അതും നോക്കൂ എന്തുമാത്രം മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. കേരളത്തിൽ ഇങ്ങനെ ഒരു നമ്മൾ യു പിയിലൊക്കെ ഇത്രയും വലിയ ജനക്കൂട്ടം ഗംഗാ തീരത്തൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ അതിനെ അനലൈസ് ചെയ്യും. എല്ലാവരെയും നമ്മൾ ഭയങ്കരമായിട്ട് അവിടുത്തെ ഗവൺമെന്റിനെയൊക്കെ പറ്റി നമ്മൾ പറയും. പക്ഷെ അതേപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് എല്ലാവരും ചേർന്ന് നടത്താമെന്ന് നമുക്ക് കാണണം. അതായത് നല്ല രീതിയിൽ അത് പോകണം, എല്ലാം നല്ലതായിട്ട് സമാപിക്കണം. അതുവരെ കേരളത്തിലുള്ള എല്ലാ ജനതയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഞാൻ ആഗ്രഹിച്ചതാണ്, സത്യമാണ്, ഞാൻ ആഗ്രഹിച്ചതാണ്. നവമുകുന്ദൻ്റെ അടുത്ത് ഒത്തിരി ആളുകൾ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിനേക്കാളും പഴക്കമുള്ള 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണ് തിരുനാവായ എന്ന് പറയുന്നത്. ഇവിടെ ലക്ഷ്മി ദേവിയുടെ, രാധാറാണിയുടെ സാന്നിധ്യമുള്ള ക്ഷേത്രമാണിത്. നവമുകുന്ദൻ നവയോഗികൾ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ 8 എണ്ണം മണ്ണിനടിയിലുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നവമുകുന്ദന്റെ അത്രയും പ്രശസ്തിയുള്ള ക്ഷേത്രം, ഏകദേശം ഗുരുവായൂർ ക്ഷേത്രത്തിനേക്കാളും മുകളിൽ പഴക്കമുള്ള ക്ഷേത്രമാണ്. എന്നിട്ടും ഇവിടെ ആളുകൾ വെറും ബലിതർപ്പണം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം, വെറും അല്ല കേട്ടോ, പിതൃതർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാത്രമാണ് തിരുനാവായ കാണുന്നത്. പക്ഷേ ഇത് എന്ന് പറയുന്നത് പണ്ട് ഒരു ഐശ്വര്യത്തിന്റെ വിളനിലായിരുന്നു എന്നാ പറയണത്. മാത്രമല്ല ഈ ഭാരതപ്പുഴ ചുമ്മാതെയൊന്നും അല്ല. ഈ പുഴയ്ക്ക് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ പുഴയ്ക്ക് മാത്രം എന്താ ഭാരതപ്പുഴ എന്ന് പേരിട്ടിരിക്കുന്നത്? കേരളത്തിലുള്ള ഒരു പുഴയ്ക്ക് എന്തിനാ ഭാരതപ്പുഴ എന്ന് പേര് വന്നത്? അപ്പൊ അതിന്ന് തന്നെ വ്യക്തമാണ് കാര്യങ്ങള്. നമ്മുടെ ഭാരതത്തിന്റെ, അതായത് ഒരുപാട് ഹൃദയയുഗത്തോളം പഴക്കമുണ്ട് കഥയ്ക്ക്. പരശുരാമൻ ഇവിടെ വെച്ചിട്ടാണ്, ഇവിടെ ഈ ഭൂമിക്ക് ശ്രീചക്ര ഭൂമിയാണിത്. ഇതിന്റെ നമ്മുടെ എന്താ പറയാ, കേരളം ഉൾപ്പെടുന്ന ആ ഭാഗം, ഗോകർണം വരെയുള്ള ഭാഗത്തിന്റെ സെന്റർ പോയിന്റാണിത്. ഈ ഭൂമിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് ചുമ്മാതെ അല്ല. ഈ ഭൂമി, ഈ പുഴയ്ക്ക് ഭാരതപ്പുഴ എന്ന പേരും, പിന്നെ ഈ സ്ഥലത്തിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ സാന്നിധ്യം, ത്രിമൂർത്തി സാന്നിധ്യം, 30 മുക്കോടി ദേവീദേവന്മാർ ഇവിടെ വന്ന് സ്നാനം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. വെറുതെയുള്ള സ്ഥലം അല്ല ഇത്. ഇത് തിരുനാവായ എന്ന് പേര് വരണമെങ്കിൽ തന്നെ അത് 108 ദിവ്യദേശങ്ങളിൽ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആഴ്വാർമാരുടെ ദിവ്യ പ്രബന്ധത്തിലുള്ള ക്ഷേത്രമാണിത്. അപ്പോൾ ഇത് വെറുതെ ഒരു സ്ഥലമല്ല തിരുനാവായ. ഈ കേരളത്തിലുള്ള എല്ലാ ജനതയും വരണം, കുംഭമേളയിൽ പങ്കെടുക്കണം, നമ്മുടെ ഭാരതപ്പുഴയിൽ സ്നാനം ചെയ്യണം. ഇത് വളരെ പ്രശസ്തമായിട്ട് മാറും. ഇതുകൊണ്ട് എത്ര ആളുകൾക്ക് ഉപജീവനം ഉണ്ടാവും, ഈ സ്ഥലത്തിന്റെ പ്രൗഢി തന്നെ മാറും.
മലപ്പുറം ജില്ല എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ല, ഇതൊരു നല്ല ജില്ല തന്നെയാണ്. അപ്പോൾ ആ എല്ലാം മാറും. ഇവിടെ ഈ ജില്ലയെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മാറും. ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ ഒരുപാട് ഭക്തര്, പൂന്താനാകട്ടെ, നമ്മുടെ എഴുത്തച്ഛനാകട്ടെ, വില്ലുമംഗല സ്വാമിയാരാകട്ടെ, എല്ലാവരും ഈ ജില്ലയിലാണ് പറയുമ്പോൾ ഉള്ളത്. ഇവിടത്തെ ആരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ ഒരുപാട് ഉയർത്തും. കേരളത്തിലെ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലെ എൻ്റെ വീട് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ കഷ്ടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ല ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ഈ മാഘമഹോത്സവത്തിൽ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, എനിക്കറിയാം. ഇതെന്താ അവിടെ ഒരു കൂട്ടം, ഇതെന്താ അല്ല ഇവിടെ ഇതൊരു കാണാൻ വന്നു. ഇതാണ് ഈ അത് ഫോണിൽ അതൊന്ന് കാണിച്ചു തരുമെന്ന് പറയാം. അതായത് ഈ മാഘമഹോത്സവം, അതായത് മഹാമാഘ മഹോത്സവം 2026 പൂജിച്ച മഹാമേരു ശ്രീചക്രവുമായിട്ട് ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനത്തു നിന്നും തിരുനാവായയിലേക്ക് മഹാമാഘ മഹോത്സവത്തിന് പുറപ്പെടുന്ന രഥയാത്രയെ നയിക്കുന്നത് ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ആചാര്യനായ യതീശാനന്ദ നാഥൻ ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ടാണ്. പിന്നെ ഈ മാഘ മഹോത്സവത്തിൽ നടക്കുന്ന ഗായത്രി ഹോമം, വേദയജ്ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മന്ത്രജപങ്ങളെ സംയോജിപ്പിക്കുന്നത് അരുൺ പ്രഭാകർജി ആചാര്യനായ ഗായത്രി ഗുരുകുലാണ്. പിന്നെ ദീപപ്രയാണവും അരയാൽ പ്രതിഷ്ഠയും ആവശ്യമായിട്ടുള്ള അരയാൽ തൈകൾ സംയോജിപ്പിക്കുന്നതിന് മരസേന എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് ഇവിടെ. പിന്നെ ഭക്ഷണം, അന്നം ഒരുക്കുന്നുണ്ട് എല്ലാവർക്കും. മാഘമഹോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭക്ഷണമുണ്ട്. പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം. പിന്നെ കാശിയിൽ ഗംഗാ ആരതി നടക്കുന്ന പോലെ ഇവിടെയും ഗംഗാ ആരതി, അതായത് ഇവിടെ നദീ പൂജ ഉണ്ടാവും. ആരതി പണ്ഡിറ്റുകളെ കൊണ്ടുവന്ന്, ഗംഗാ ആരതി നടത്തുന്ന അതേ പണ്ഡിറ്റുകളെ കൊണ്ടുവന്ന് ഇവിടെ ഗംഗാ ആരതി പോലെ തന്നെ നിള ആരതി നടക്കണം. ഭാരതപ്പുഴയെ പൂജിക്കുകയാണ്, നിള ആരതി നടക്കുകയാണ്. അത് മോഹൻജി ഫൗണ്ടേഷൻസ് ആണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി ഇവിടെ എത്തിച്ചേരാൻ നിങ്ങൾക്ക് റെയിൽവേ മാർഗ്ഗം ഏറ്റവും അടുത്ത് തിരുനാവായ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ തിരൂരില് റെയിൽവേ സ്റ്റേഷൻ എല്ലാ മെയിൻ നമ്മുടെ വന്ദേ ഭാരത് എല്ലാം സ്റ്റോപ്പുള്ളതാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ബസ് വഴിയാണ് വരികയാണെങ്കിൽ തിരൂർ കുറ്റിപ്പുറം വരാം. പിന്നെ ഏറ്റവും അടുത്ത കാലിക്കറ്റ് എയർപോർട്ട് ഉണ്ട്. പിന്നെ അങ്ങനെ ഈ മാഘമഹോത്സവം ഒരു വലിയൊരു സംഭവം ആക്കി മാറ്റേണ്ടത് നിങ്ങളാണ്. മാത്രമല്ല പിന്നെ ഫെബ്രുവരി 1 മാഘമഹോത്സവത്തിന്റെ ഞാൻ ഫെബ്രുവരി 1 ഞാനും വരും. പൗർണമിയാണ് എൻ്റെ പിറന്നാള്, പൗർണമി തിഥിയാണ്. ഞാൻ മാഘമാസത്തിലെ പൗർണമിയിലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ തിഥിയിൽ നമ്മൾ നക്ഷത്രത്തില് നമ്മൾ ജന്മ നക്ഷത്രം എന്നാണ് ചിലർ നോക്കുക, ചിലർ നോക്കുക ജന്മതിഥിയാണ് നോക്കുക, ചിലർ ബർത്ത് ഡേറ്റ് ആണ് നോക്കുക. അപ്പോൾ എൻ്റെ ഈ പിറന്നാളും ഡേറ്റ് ഓഫ് ബർത്തും തിഥിയും എല്ലാം അടുത്തടുത്തടുത്ത ദിവസങ്ങളിലാണ്. തിഥി വരുന്നത് ഫെബ്രുവരി 1, നക്ഷത്രം വരുന്നത് ഫെബ്രുവരി 2, ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഫെബ്രുവരി 3. അങ്ങനെ 1, 2, 3 എനിക്ക് ഒത്തിരി പ്രധാനമുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അതിൽ ഫെബ്രുവരി 1 പൗർണമി തിഥി, പൗർണമിയാണെന്ന്. അന്ന് ഞാൻ സ്നാനം എടുക്കാൻ വേണ്ടി വരും. അപ്പം നിങ്ങളും എല്ലാവരും വരെ. അന്ന് പ്രധാനപ്പെട്ട ദിവസമാണ്, അന്ന് പൗർണമിയാണ്. പിന്നെ ധ്വജ ആരോഹണം ഉണ്ട്. മാഘമഹോത്സവം നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ് ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നിർവഹിക്കുന്നത്. പിന്നെ ഇന്ന് ശ്മശാന ശ്രാദ്ധം ഉണ്ടായിരുന്നു. മൗനി അമാവാസ്യാണല്ലോ ഇന്ന്. അപ്പോൾ അത് പിതൃയാനം കാലത്ത് 6 മണി മുതൽ ചെയ്തത് ആചാര്യൻ കോരപ്പത്ത് രമേശ് ഐവർ മഠത്തിലെ അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകിയത്. അങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജാനുവരി 22 ഗണേശ ജയന്തിയാണ്, അന്ന് പ്രധാനമാണ്. ജാനുവരി 23 വസന്ത പഞ്ചമിയാണ്, അതായത് സരസ്വതി ദേവിയുടെ പിറന്നാളാണ് വസന്ത പഞ്ചമി. അടുത്ത രഥസപ്തമി ജാനുവരി 25. ഭീഷ്മാഷ്ടമി, ഭീഷ്മര് ഉത്തരായനം കാത്തു കിടന്നു മോക്ഷം കിട്ടാൻ, അത് ഭീഷ്മാഷ്ടമി ജാനുവരി 26. മഹാനന്ദ നവമി ജാനുവരി 29. ഇതിനിടയിൽ വിട്ടുപോകരുത് തിരുനാവായ ഏകാദശി വരുന്നുണ്ട് ജാനുവരി 27. അതോ പേര് തന്നെ തിരുനാവായ ഏകാദശിയാണോന്ന് ആലോചിച്ച് നോക്കൂ. തിരുനാവായ ഏകാദശി ജാനുവരി 27. അടുത്ത ഗുപ്ത വിജയദശമി, അതായത് നാളെ മുതൽ ഗുപ്ത ദശമി തുടങ്ങുകയാണ്, ഗുപ്ത നവരാത്രി തുടങ്ങുകയാണ് നാളെ മുതൽ നമ്മൾ ദേവി മഹാത്മ്യം വായിക്കുക, ലളിതാ സഹസ്രനാമം ചൊല്ലുക, ഒരുപാട് എല്ലാ ദിവസവും ചൊല്ലുന്നതിന്റെ ഇരട്ടി ഫലമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ദേവി മഹാത്മ്യം എങ്ങനെയാ ചൊല്ലണേന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 7 ദിവസമായിട്ട് നിങ്ങൾക്ക് ദേവി മഹാത്മ്യം ചൊല്ലാം. അപ്പോൾ നാളെ മുതൽ തുടങ്ങാം ദേവി മഹാത്മ്യം. അത് അവസാനിക്കുന്ന വിജയദശമി വരുന്നത്, ഗുപ്ത വിജയദശമി വരുന്നത് ജാനുവരി 30. അടുത്ത ജയ ഏകാദശി വരുന്നുണ്ട്
ജാനുവരി 31 മാഘപൂർണിമ തൈപ്പൂയം ഫെബ്രുവരി 1 അവസാന ദിവസത്തെ സ്നാനം അമൃത സ്നാനം എന്നാണ് അതിന് പറയുന്നത്. മകം നക്ഷത്രം, അതായത് യഥാർത്ഥമായിട്ടുള്ള മകം എന്ന് പറയുന്നത്, അതായത് മാഘമകം ഇതൊക്കെ അരങ്ങേറിയ ആ ഒരു ഇത് ഫെബ്രുവരി 3 അപ്പോൾ എല്ലാവരും വരിക, എല്ലാവരും പങ്കെടുക്കുക. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇവിടെ വരണം. ഞാൻ ജസ്റ്റ് നമ്മുടെ ഇതൊന്ന് കാണിച്ചു തരാം. എല്ലാം ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇത്. തിരുനാവായ ഇങ്ങനെ എല്ലാ ആളുകളും വന്ന് നമ്മുടെ ഭാരതപ്പുഴയിൽ വന്ന് സ്നാനം ചെയ്യണതും തിരുനാവായ നവമുകുന്ദരുടെ അടുത്ത് ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടിയിട്ട് ഭഗവാനെ തൊഴുന്നത് എൻ്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഭഗവാൻ നടത്തി തരാണ്. ഞാനൊരു 4 വർഷത്തിന് മുമ്പ് ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു കടന്നിരുന്ന ആ ബ്രഹ്മക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്കറിയില്ലായിരുന്നു, ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങി. ഇപ്പോൾ നോക്കൂ, ആ ബ്രഹ്മക്ഷേത്രം അവിടെ മകുടമൊക്കെ വെച്ച് അവിടെ എല്ലാം നന്നായി. പിന്നെ ശിവക്ഷേത്രം, പിന്നെ നമ്മുടെ നാവാമുകുന്ദൻ. എല്ലാവരും വരിക, ഈ ഒരു പുണ്യമായ ഭൂമിയെ ഇനിയും പ്രസിദ്ധപ്പെടുത്തുക. നിങ്ങളിൽ ഓരോരുത്തരിലൂടെയാണ് ഈ പുണ്യഭൂമിയുടെ മഹത്വം ഒരുപാട് പേരിലേക്ക് എത്തണം. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഒരുപാട് സന്തോഷം തോന്നുന്നു. എല്ലാവരും വരിക, നമ്മുടെ ഭാരതപ്പുഴയിലെ നിലയിൽ സ്നാനം എടുക്കുക. അവസാനം ഒരു പിടിച്ചാരമായിട്ട് നമ്മളല്ല, ഞാൻ പ്രത്യേകിച്ചും ഒഴുകുന്നത് ഇവിടെയായിരിക്കും, ഈ ഭാരതപ്പുഴയില്. അപ്പം അത്രയും പുണ്യമാണ്. എല്ലാവരും വരണം. ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ റീഇൻസ്റ്റേറ്റ്, ധർമ്മ സംരക്ഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ധർമ്മത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുകയാണ് ഭഗവാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിൽ പങ്കാളികളാകണം. എൻ്റെ അഭ്യർത്ഥനയാണ്. ഇതിൽ നിങ്ങൾ രാഷ്ട്രീയമോ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കരുത്. എല്ലാവരും വരണം. ഇത് അത്രയ്ക്ക് പുണ്യഭൂമിയാണ്. ഞാൻ എത്ര വട്ടം വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ. ഈ ക്ഷേത്രവും ഇവിടെയും എല്ലാം മഹാപുണ്യ സ്ഥലമാണിത്. ഇതിന്റെ ഖ്യാതി നിങ്ങൾ ഓരോരുത്തരും ഉയർത്തണം. അത്രയ്ക്ക് പറയാനുള്ളൂ. ഒരുപാട് സന്തോഷം കാണുമ്പോൾ, ഒരുപാട് സന്തോഷം. ബാക്കി ഞാൻ ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെയൊന്നും അല്ലാട്ടോ, പുറത്തൊക്കെ ഒരുപാട് ടെൻസും ഒരുപാട് കാര്യങ്ങളും ഒക്കെ കെട്ടിയിട്ട് ഒത്തിരി ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉള്ളതാണ്. എല്ലാവരും സഹകരിക്കണം. ദയവേദിട്ട് എൻ്റെ റിക്വസ്റ്റാണ്. ഒരുപാട് ഭക്തരുടെ ആഗ്രഹമാണിത്. ദയവേദി എല്ലാവരും വരണം. നമ്മുടെ തിരുനാവായ നവമുകുന്ദനെ തൊഴുത് സ്നാനം എടുക്കാൻ എല്ലാവരും വരണം. ഓക്കെ, ഇവിടെയാണ് നാളെ ഇത് സ്റ്റേജ്. ഇതാണ് നമ്മുടെ അപ്പൂപ്പൻ ആൽമരാണ് കേട്ടോ. എല്ലാത്തിനും സാക്ഷിയാണ് ഇദ്ദേഹം എല്ലാം കാണുന്നുണ്ട്. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും പ്രദക്ഷിണം ചെയ്യാറുണ്ട്.
ഇത് നവമുകുന്ദ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടാണ് കേട്ടോ, മുൻഭാഗമാണ്. ഇത് നവമുകുന്ദ ക്ഷേത്രത്തിന്റെ മുൻഭാഗമാണ്. ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട്. പിന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ കുറേ ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കുന്നുണ്ട് അവര്. ഇത് അപ്പുറത്തെ സൈഡിൽ കൂടിയും നമുക്ക് വരാം. അവിടെയും ഒരുപാട് പാർക്കിംഗ് സൗകര്യവും എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഞാൻ അമ്പലത്തിന്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഞാൻ ഒരുപാട് തവണ വീഡിയോസൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്ന ഈ ക്ഷേത്രം. ഇത് 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണ് തിരുനാവായ എന്ന് പറയുന്നത്. വൈഷ്ണവ ദിവ്യദേശങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. അതിലൊന്നാണിത്. രാവിലെ എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് പറയോ? എന്തെങ്കിലുമൊക്കെ എന്താ പറ, എങ്ങനെയുണ്ടായിരുന്നു രാവിലെ? തിരക്കുണ്ടായിരുന്നോ? തിരക്കുണ്ടായിരുന്നോ? നല്ല ഉണ്ടായിരുന്നല്ലേ. ഇപ്പൊ ഇവിടെ ഇതല്ലേ, നാളെ ഇനി ഉണ്ടാവുമായിരിക്കുമല്ലേ? നല്ല തിരക്കുണ്ടാവും. 1-ാം തീയതി 3-ാം തീയതി നല്ല തിരക്ക്. 25-ാം തീയതി തൊട്ടിട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയണൊക്കെ അണ്ണാറക്കണ്ണനാണ്. അത് തന്നാലായി ചെയ്യും. നമ്മുടെ നവമുകുന്ദൻ. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷമാണ്. ഞാനും വരും ഇടയ്ക്കിടയ്ക്ക്, പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാനും വരും. അപ്പോൾ നമുക്കൊക്കെ കാണാം. ആരെങ്കിലും നമ്മുടെ സ്വസ്തികളെ ഗോപികന്മാരൊക്കെ വരുമ്പോൾ എന്നെ അറിയിക്കുക. ജസ്റ്റ് ഇൻസ്റ്റയിലൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഞാനും വരും. ഫെബ്രുവരി 1 എന്തായാലും ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. ഒരുപാട് നല്ല കാര്യമായിരിക്കും അത് കേട്ടോ. ഈ ഒരു സ്വാമിജി കുറേ നേരമായിട്ട് അവിടെ ഇരുന്നിട്ട് നാമൊക്കെ ചൊല്ലുന്നുണ്ട്. ഇവിടെ ഒരുപാട് സ്വാമിജിമാർ വരും. ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ വരും. കാണുമ്പോൾ തന്നെ സന്തോഷം. രാവിലെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ആ ഭംഗി എനിക്ക് കാണിക്കായിരുന്നു. ഞാൻ ലേറ്റായിപ്പോയി. ഇനി ഞാൻ രാവിലെ ഒരു ദിവസം വന്നിട്ട് ഇതിൻ്റെ ഭംഗി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നവമുകുന്ദൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മാഘമഹോത്സവത്തിന് കേരളത്തിലുള്ള എല്ലാ ആളുകളും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടേക്ക് വരിക, പുണ്യസ്നാനം എടുക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.